കൊമേഴ്സ് ബിസിനസ്സിലുള്ള മോഡൽസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ എന്താണ് ഒരു ബിസിനസ് മോഡൽ എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. വാട്ട് ഈസ് എ ബിസിനസ് മോഡൽ? ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പ്ലാൻ ആണ് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്. അതായത് വിത്തൗട്ട് പ്രോഫിറ്റ് ദർ ഇസ് നോ ബിസിനസ് എന്നുള്ളതാണ് ബിസിനസിന്റെ ഫോർമുല. അതായത് ലാഭമില്ലാതെ ഒരു കച്ചവടത്തിന് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. അല്ലെങ്കിൽ പിന്നെ അതൊരു ചാരിറ്റി ഫേമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. സോ ബിസിനസ് മോഡൽ റെഫേഴ്സ് ടു എ കമ്പനീസ് പ്ലാൻ ഫോർ മേക്കിംഗ് എ പ്രോഫിറ്റ്. ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഓഫ് പ്രോഫിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ ആയിരിക്കാം. എങ്ങനെയായാലും പ്രോഫിറ്റ് വേണം, ലാഭം വേണം എന്ന ഉദ്ദേശത്തോടു കൂടി ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ക്യാമറയുടെ കേസ് വിട്ടുപോയി, സോറി. അപ്പൊ എന്ന ഉദ്ദേശത്തോടു കൂടി അപ്പൊ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കൊമേഴ്സ് ബിസിനസ് മോഡൽസ്. അപ്പൊ അതില് എന്തൊക്കെയാണ് ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ? ഒരു ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു കമ്പനി പ്രവർത്തിക്കുമ്പോഴാണ് അതൊരു ബിസിനസ് മോഡൽ ആയിട്ട് മാറുന്നത്. വിത്തൗട്ട് പ്രോഫിറ്റ് ദർ ഇസ് നോ ബിസിനസ്. ഒരു ബിസിനസ്സും പ്രോഫിറ്റ് ഇല്ലാതെ നിലനിൽക്കുന്നില്ല. ലാഭമില്ലാതെ ഒരു ബിസിനസ്സിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. സോ ബിസിനസ് മോഡൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുമ്പോൾ, ഇറ്റ് ഐഡന്റിഫൈ ദ പ്രോഡക്ട്സ് ഓർ സർവീസസ് ദ ബിസിനസ് പ്ലാൻസ് ടു സെൽ. എന്ത് പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ എന്തൊരു തരത്തിലുള്ള സർവീസ് ആണ്, ഒരു സേവനമാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ബിസിനസ് മോഡൽ പറയുകയാണ്. അതായത് ഇറ്റ് ഈസ് എ കമ്പനീസ് പ്ലാൻ ഫോർ മേക്കിംഗ് എ പ്രോഫിറ്റ്. അപ്പൊ എന്താണ് വിൽക്കേണ്ടത്? നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണോ വിൽക്കേണ്ടത്, എന്തെങ്കിലും ഒരു സേവനമാണോ വിൽക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് താല്പര്യപ്പെടും. ഇറ്റ്സ് ഐഡന്റിഫൈഡ് ടാർഗറ്റ് കസ്റ്റമർ ഓർ മാർക്കറ്റ് ആൻഡ് എനി ആന്റിസിപ്പേറ്റഡ് എക്സ്പെൻസസ്. അപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമർ ആരൊക്കെയാണ്? ഇപ്പൊ നമ്മൾ പപ്പടം വിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളുടെ എല്ലാ ആൾക്കാരും നമ്മുടെ പപ്പടം വാങ്ങണം, അപ്പൊ നമുക്ക് പപ്പടത്തിന് ലാഭം ഉണ്ടാവണം എന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ എന്താ, നമ്മൾ തൈര്, ഇപ്പൊ PDDPയുടെ മിൽമയുടെ ഒക്കെ തൈര് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിന് നമ്മുടെ ഒരു ഗ്രോസ് പ്രോഫിറ്റില് എമൗണ്ട് കൂടുതൽ വരണം എന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ a business model has to clearly delineate who the target customer is, then highlight the differentiating product or a service that the identified customer would seek, also called the USP. അതായത് യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ ഉണ്ട്. അതായത് കുറെ അധികം കസ്റ്റമേഴ്സ് ഉണ്ടായാൽ ഇന്ന ഒരു കസ്റ്റമറിന് വേണ്ടത് ഇന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു മാർക്കറ്റിൽ, ഒരു ലോകം ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണെങ്കിൽ അവിടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ കാണും. പക്ഷെ നമുക്ക് വേണ്ട ഒരു സാധനത്തിന് മാത്രമായിട്ട് നമ്മൾ സീക്ക് ചെയ്ത് എടുക്കുന്നു. അപ്പോ യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ. Next, a business model has to describe all the elements that are needed to demonstrate the feasibility and success of a prospective business. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ അതിലെ എല്ലാ എലമെന്റും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കണം. ഒരു ഫീസിബിലിറ്റി, എത്രത്തോളം ഫീസിബിൾ ആണ്, ഇത് നടപ്പിൽ വരുത്താൻ എത്രത്തോളം ഫീസിബിൾ ആയിട്ടുള്ളതും സക്സസ്ഫുൾ ആയിട്ടുള്ളതുമായ ഒരു ബിസിനസ് ആണ് എന്നുള്ളത്. ദെൻ ആൻഡ് സക്സസ് ഓഫ് എ പ്രോസ്പെക്റ്റീവ് ബിസിനസ്, ഇനി വരാനിരിക്കുന്ന ഈ നമ്മൾ തുടർന്നു കൊണ്ട് പോയാൽ എത്രത്തോളം ബിസിനസിന് വളർച്ച ഉണ്ടാവും എന്നുള്ളത്. ദസ് എ ബിസിനസ് മോഡൽ മസ്റ്റ് ബി എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ റിലേറ്റഡ് ടു ദ കമ്പോണൻസ്. താഴെ പറയുന്ന ഒന്നിലധികം കമ്പോണൻസ് കൂടി ചേർന്നതാണ് ഒരു ബിസിനസ് മോഡൽ അല്ലെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തത് കോർ ബിസിനസ് ഫോക്കസ്, അതിന്റെ ഉൾക്കാമ്പ് എന്തിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരു അരി കച്ചവടമാണെങ്കിൽ നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ശുദ്ധമായ നല്ല അരി ആളുകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് ഒരു കോർ ബിസിനസ് ഫോക്കസ്. ദെൻ അടുത്തത് ഡിസൈൻ പ്രയോറിറ്റീസ്. നമുക്ക് എല്ലാ ആളുകൾക്കും ലൈഫിൽ പ്രയോറിറ്റി ഉള്ള പോലെ തന്നെ നമ്മുടെ ബിസിനസ്സിന് ഒരു പ്രയോറിറ്റി ഉണ്ടായിരിക്കും. ബിസിനസ്സിന്റെ പ്രയോറിറ്റി ഇതുപോലെ ചിലപ്പോൾ ആളുകൾക്ക് സേവനം കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ പൈസ തുച്ഛമായി വാങ്ങിയിട്ട് ഒരു സേവനം കൊടുക്കുന്ന ഒരു ചാരിറ്റി പ്ലസ് ഒരു ബിസിനസ് ആണെങ്കിൽ ചാരിറ്റി ഹൈപ്പിൽ നിൽക്കുന്നുണ്ടായിരിക്കും. സോ പ്രയോറിറ്റി എന്തിനാണ്? വരുന്ന ആളുകൾക്ക് സേവനങ്ങൾ കൊടുക്കുക, ഡിസൈൻ പ്രയോറിറ്റി. ദെൻ അടുത്തത് ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജീസ്. അതായത്
നമ്മൾ ഇത്രയുമൊക്കെ ബിസിനസ്സിന് വേണ്ടി പ്രോഫിറ്റ് ഇങ്ങനത്തെ ബിസിനസ് നടത്തണം, ഇങ്ങനെയെല്ലാം ചെയ്യണം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദെൻ സ്ട്രാറ്റജികൾ ഇംപ്ലിമെന്റ് ചെയ്യുക. നമുക്ക് ചില സ്ട്രാറ്റജികൾ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഈ ബിസിനസ് നടത്തേണ്ടത്, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, എന്തെല്ലാം തരത്തിലുള്ള ജോലിക്കാർ നമുക്ക് വേണം, ആരായിരിക്കണം ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത്, പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡുകൾ ആരൊക്കെ ആയിരിക്കണം, ഇങ്ങനെ പിന്നെ നമുക്ക് ഇത് സക്സസിലേക്ക് എത്തിക്കാൻ നമ്മളുടെ ഊന്നി ഉറപ്പിക്കേണ്ട സ്ട്രാറ്റജി എന്താണ്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്തത് റവന്യൂ മെക്കാനിസം. അതായത് റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം. നമ്മളിപ്പോ ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ 500 രൂപ ലാഭം കിട്ടാം, ചിലപ്പോ 500 രൂപ ലാഭം പ്രതീക്ഷിച്ചോടത്ത് 490 ആയിരിക്കാം, ചിലപ്പോ 500 ലാഭം പ്രതീക്ഷിച്ചോട് ചിലപ്പോ 510 വരാം. നമ്മളുടെ ഒരു പ്രോഫിറ്റിന്റെ ഒരു എന്താ പറയാ, ഒരു ലിമിറ്റ് നമ്മൾ ഇട്ടിരിക്കുന്നത് 500 എന്നുള്ളതിലാണെങ്കിൽ ആ റവന്യൂവിന്റെ മെക്കാനിസം അത് നമുക്ക് ഒരുപാട് കച്ചവടങ്ങളൊക്കെ നടന്നു കഴിഞ്ഞ് ഒരാൾ 500 ലാഭത്തിൽ വാങ്ങുമ്പോൾ ഒരു 10 ആൾ വാങ്ങുമ്പോൾ നമുക്ക് 5000 ആയി, 100 ആൾ വാങ്ങുമ്പോൾ നമുക്ക് 50,000 രൂപ ലാഭം. 50,000 മുഴുവൻ ലാഭം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 50,000 മുഴുവൻ ലാഭമുള്ള കേസും ഉണ്ട്. നമ്മൾ മുടക്കുമുതൽ കുറച്ചിട്ട് ബാക്കി വരുന്ന എമൗണ്ട് ആണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത്. നമുക്ക് എത്ര രൂപ ചെലവായി എന്നുള്ളത്, നമ്മുടെ വരവ് മൈനസ് ചെലവ് ഇസ് ഈക്വൽ ടു ദ ലാഭം. മനസ്സിലായോ? അല്ലെങ്കിൽ പ്രോഫിറ്റ്. ഇനി അടുത്തത് കീ എലമെന്റ്സ് ഓഫ് എ ബിസിനസ് മോഡൽ. ഇനി ഒരു ബിസിനസ് മോഡൽ മനസ്സിലാക്കുന്ന സമയത്ത് അതിന്റെ കീ എലമെന്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ഒന്നാമത്തത്, യു ഹാവ് ടു ഐഡന്റിഫൈ ദ റൈറ്റ് കസ്റ്റമർ ഹു ട്രൂലി നീഡ് ആൻഡ് വാണ്ട് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ്. അപ്പൊ നമ്മൾക്ക് ആദ്യം തന്നെ നമുക്ക് അറിയേണ്ടത് ഈ പ്രോഡക്റ്റ് യഥാർത്ഥമായി ആവശ്യമുള്ളത് ഏത് വ്യക്തിക്കാണ്, ഏത് വ്യക്തിക്കാണ് ഇത് കറക്റ്റ് ആയിട്ട് കിട്ടേണ്ടത്, ഏറ്റവും കൂടുതലായിട്ട് ഈ പ്രോഡക്റ്റ് ആഗ്രഹിക്കുന്ന ആളാരാണ്, ഈ സേവനം ആവശ്യപ്പെടുന്ന ആളാരാണ് എന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് റൈറ്റ് കസ്റ്റമറിനെ ചൂസ് ചെയ്യാം. ഈ കറക്റ്റ് ആയിട്ടുള്ള ആളാരാണ് അയാൾക്ക് തന്നെ പോകണം. അടുത്തത് സെറ്റപ്പ് ബിസിനസ് പ്രോസസ്. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ബിസിനസ് പ്രോസസ്സ് സെറ്റപ്പ് ചെയ്യുക. അതായത് ഡിസൈഡിങ് ദ കീ ബിസിനസ് ആക്ടിവിറ്റീസ്. അതായത് നമുക്ക് ഒരു ബിസിനസ് ആകുമ്പോൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരിക്കും. അപ്പൊ ആ പ്രോപ്പർ ആയിട്ടുള്ള ബിസിനസ് പ്രോസസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ കോർ ആസ്പെക്ട്സ് ഓഫ് ദ ബിസിനസ് ആർ ഓഫറിംഗ് ഹാസ് ടു ബി ഐഡന്റിഫൈഡ്. അപ്പോ നമ്മുടെ ബിസിനസിന്റെ തന്നെ ഉൾക്കാമ്പ് എന്തൊക്കെയാണ്, ഇതിന്റെ കാര്യങ്ങൾ, ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ എല്ലാവർക്കും പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എത്രത്തോളം അത് മറ്റുള്ള കമ്പനിക്കാരുടെ പായസത്തിൽ നിന്നൊക്കെ എങ്ങനെ വേർപെട്ട് നിൽക്കണം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. അടുത്തത് ഡോക്യുമെന്റ് കീ ബിസിനസ് റിസോഴ്സസ്. അടുത്തത് നമുക്ക് വരുന്നത് ഡോക്യുമെന്റ് കീ ബിസിനസ് റിസോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കീ ബിസിനസ് റിസോഴ്സിനെ റെക്കോർഡ് ചെയ്യേണ്ടത് വളരെ ക്രൂഷ്യൽ ആണ് ടു എൻഷുവർ ദ ബിസിനസ് മോഡൽ. നമുക്ക് ആ ബിസിനസ് മോഡല് എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്കുള്ള ബിസിനസ് മോഡലിനെ എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കീ ബിസിനസ് റിസോഴ്സിനെ റെക്കോർഡ് ചെയ്യും. ഇറ്റ് ഈസ് അഡ്വക്കേറ്റ്ലി റെഡി ടു സസ്റ്റെയിൻ ദ റിക്വയർമെന്റ് ഫോർ ഇഫക്റ്റീവ് ഓപ്പറേഷൻ. ഇഫക്റ്റീവ് ആയിട്ടുള്ള അതിനെ തുടർന്ന് നടത്തേണ്ടുന്ന ഇഫക്റ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ബിസിനസ് മോഡൽ ക്രൂഷ്യൽ ആണ്. നമുക്ക് എന്താണോ വേണ്ടത് അത് പരിഹരിക്കാനുള്ള ഒരു അപ്രോച്ച് നമ്മൾ അവിടെ നടത്തേണ്ടതായിട്ട് വരും. അടുത്തത് ഡെവലപ്പ് എ സ്ട്രോങ് പ്രിഫറബിളി എ യുണീക്ക് വാല്യൂ പ്രൊപ്പോസിഷൻ. അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു വാല്യൂ പ്രൊപ്പോസിഷൻ അവിടെ നടത്തണം. നമ്മൾ പ്രൊപ്പോർഷണൽ ടു എന്ന് പറയുമ്പോ നമ്മളിപ്പോ ഒരു തങ്കത്തിന്റെ ഒരു സാധനം അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഒരു സാധനം വെച്ചിട്ട് ഏറ്റവും ലോ ക്വാളിറ്റി ഒരു സാധനത്തിന് പ്രൊപ്പോർഷനേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പ്രൊപ്പോർഷനേറ്റ്ലി എന്ന് പറയുമ്പോൾ ഈ കറക്റ്റ് സാധനത്തിന് തന്നെ അത്രയും വർത്ത് ആയിട്ടുള്ളതിന് നമ്മൾ പ്രൊപ്പോസിഷൻ വെക്കുക. ഈ കമ്പനി ഹാസ് ടു പ്രൊവൈഡ് സം അഡീഷണൽ വാല്യൂ പ്രൊപ്പോസിഷൻ ടു ദ കസ്റ്റമേഴ്സ് ഇൻ ടേംസ് ഇന്നോവേറ്റീവ് സർവീസ്. ഒരു പുതിയതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സംരംഭത്തിന്, പുതിയതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സർവീസിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു റവല്യൂഷണറി പ്രൊഡക്റ്റ്, ഇതുവരെയുള്ള ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ വേസ്റ്റ് നിർമ്മാർജ്ജനം ഒക്കെ ഉണ്ട്, അപ്പൊ അതിനുവേണ്ടി പുതിയ ഒരു റവല്യൂഷണറി പ്രൊഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനിൽ നമ്മുടെ തന്നെ രാജ്യത്തിന്റെ ഏറ്റവും മുമ്പതിൽ കോമ്പറ്റീഷൻ മുന്നിൽ നിൽക്കുന്ന ഒന്നിനായിരിക്കാം. ഇതിനൊക്കെ നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് യുണീക്ക് വാല്യൂ പ്രൊപ്പോസിഷൻ നമ്മൾ ചെയ്യേണ്ടതാണ്, ബിസിനസ്സിന് അത്യാവശ്യമാണ്.
ഇനി അഞ്ചാമത്തത് ഡിറ്റർമൈൻ കീ ബിസിനസ് പാർട്ട്ണർ. പിന്നെ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ പാർട്ട്ണർഷിപ്പ് വേണോ, ബിസിനസ്സിന് പാർട്ട്ണർഷിപ്സ് വേണോ, പാർട്ട്നേഴ്സ് വേണോ, ടൈഅപ്പ് ചെയ്യണോ, നമ്മുടെ ആ ലക്ഷ്യം ക്രൂഷ്യലാണ്. അതിലേക്ക് ഇവരൊക്കെയായിട്ട് ടൈഅപ്പ് ചെയ്താൽ എത്താൻ സാധിക്കുമോ? ലക്ഷ്യത്തിനെ ഒരിക്കലും മറക്കരുത്. ഫോർ ആൻ ഇ-കൊമേഴ്സ് ബിസിനസ് എ ബിസിനസ് പ്ലാൻ ഇൻക്ലൂഡ്സ് ഫോളോയിങ് 4 സബ് ടൈപ്സ് ഓഫ് റിലേറ്റഡ് മോഡൽ. ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സബ് ടൈപ്സ് ആണ് വരാ. കസ്റ്റമർ ബേസ്ഡ് ബിസിനസ് മോഡൽ, നേരത്തെ പറഞ്ഞതാണ്. കസ്റ്റമറിന്റെ സർവീസ് സാറ്റിസ്ഫാക്ഷൻ ബേസ്ഡ് മോഡൽ. ഡിസൈൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലത്തെ, ഇപ്പൊ ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ ഒക്കെ പോലെയല്ലേ, ആമസോൺ അങ്ങനത്തെയൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഡിസൈൻ ചെയ്ത ഒരു മോഡൽ. ദെൻ ഇംപ്ലിമെന്റേഷൻ മോഡൽ, ഇറ്റ് വുഡ് ഡിസൈഡ് ഹൗ ദ പ്ലാൻ ഫോർ ദ ഇ-കൊമേഴ്സ് ഇനിഷ്യേറ്റീവ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ്. നമ്മൾ എങ്ങനെയാണ് ഈ ഇ-കൊമേഴ്സ് പ്ലാൻ നമുക്ക് ഇനിഷ്യേറ്റീവ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ മെത്തേഡ് വരും. ഇറ്റ് ഇൻക്ലൂഡ്സ് നമ്മൾ കസ്റ്റമേഴ്സിനെ അടുത്ത് എത്തും, എങ്ങനെയാണ് കച്ചവടം നടത്തുന്നത് അത് നോക്കും, എങ്ങനെ ഒരു സെയിൽ ട്രാൻസാക്ഷൻ നടത്താമെന്ന് നോക്കും, ഹൗ ദ പ്രൊഡക്ട്സ് ഓർ സർവീസസ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ്, അതെങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ ഓൺലൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പരസ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ആഡുകൾ വരും, അപ്പൊ ഇതെടുക്കാം. അപ്പൊ അത് തന്നെ ഫസ്റ്റ് ഒരു പരസ്യം തന്നെ ആദ്യം കാണാൻ വേണ്ടിയിട്ട് ആ പരസ്യം ത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പ്രയോറിറ്റി, ആ ആഡ് ആദ്യം വരാൻ വേണ്ടിയിട്ട് ആ ആഡിനെ നമ്മൾ പ്രയോറിറ്റി ആക്കി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങളുണ്ട്. SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആദ്യം വരും. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പരസ്യം ആദ്യം വരുന്നത് അങ്ങനത്തെയൊക്കെ മെത്തേഡ്സ്. ഒരു സെക്കൻഡ്. ഹലോ, കാണാൻ പറ്റുന്നുണ്ടോ? മിസ്സിന്റെ കോൾ എന്താണ്? ഇംപ്ലിമെന്റേഷൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. നമുക്ക് ഹൗ ടു റീച്ച് ദ കസ്റ്റമറിനെ എങ്ങനെ റീച്ച് ചെയ്യാം, എങ്ങനെ സെയിൽ ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ആമസോണിൽ കൂടി എങ്ങനെ ഒരു സെയിൽ ട്രാൻസാക്ഷൻ നടത്താം, പ്രൊഡക്ട്സ് ഓർ സർവീസസ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ്, എങ്ങനെയാണ് ഈ പ്രൊഡക്ട്സും സർവീസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അവരാ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കും. ദെൻ ഹൗ ടു ഡെലിവർ ദ പ്രൊഡക്ട്സ് ഓർ സർവീസ് ടു ദ കസ്റ്റമർ, എങ്ങനെയാണ് ഡെലിവറി ചെയ്യേണ്ടത്, നമ്മുടെ മൊബൈലിൽ ഒരു OTP ഒക്കെ വരും, അങ്ങനെയാണ് നമുക്ക് സാധാരണ ഡെലിവറി ചെയ്യാറ്. Then revenue model എന്ന് പറഞ്ഞാൽ it helps in generating revenue for the business as well as for the organization or the enterprise are responsible for launching the e-commerce portal. ഈ ഒരു e-commerce portal കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാർക്ക് ഓർഗനൈസേഷനും എന്റർപ്രൈസിനും എല്ലാം റവന്യൂ അല്ലെങ്കിൽ ഇൻകം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് റവന്യൂ മോഡൽ എന്ന് പറയുന്നത്.